ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ദിലീപേട്ടന്റെ ഏറ്റവും പുതിയ സിനിമയാണ് പവി കെയർടേക്കർ. അതെ, ഇതില് ഡയറക്ട് ചെയ്തിട്ടുള്ളത് വിനീത് കുമാർ ആണ്. ദിലീപേട്ടനുള്ള ജോണി ആന്റണി ഉണ്ട്, രാധിക കുമാർ ഉണ്ട്, ധർമ്മജൻ ഒരിക്കലുണ്ട്. അപ്പോ ഇങ്ങനെ എഴുതിയിട്ടുള്ള രാജേഷ് രാഘവൻ. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇറങ്ങിയ പുള്ളിക്കാരൻ മൂവി ഇത് മറ്റേ തങ്കമണി അത് പക്ഷെ അത്ര വിജയിച്ചില്ല. അപ്പോ കാരണം ഇത് കൊള്ളാൻ തോന്നുന്നു, കാരണം കാണുമ്പോ ഒരു പണ്ടത്തെ നമ്മുടെ ദിലീപിന്റെ കോമഡി ഒക്കെ വരുന്ന അങ്ങനത്തെ ഒരു സംഭവം തോന്നുന്നു. ഒരു എന്താ പറയാ ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടർ എന്നല്ലാത്ത നോർമൽ ക്യാരക്ടർ അങ്ങനത്തെ ഇഷ്ടം സംഭവം. പുള്ളിക്കാരെ എപ്പോഴും ഒരു വലിയ ഹീറോ അല്ലെങ്കിൽ വലിയ ആക്ഷൻ സ്റ്റാറോ അങ്ങനത്തെ ഈ ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് നമുക്ക് പിടിക്കാറില്ല. പക്ഷെ അത് കുറച്ചുകൂടി നന്നായി. സാധാരണ മറ്റേ നമ്മുടെ പണ്ടത്തെ ഫിലിംസ് ഇല്ലേ, സത്യം പറഞ്ഞാൽ എനിക്ക് മഞ്ജു വാര്യർ ദിലീപ് കോംബോ ആണ് എപ്പോഴും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ആ ഫിലിം, ആ കാലഘട്ടത്തെ ഫിലിംസ് ഒക്കെ അടിപൊളിയാണ്. എല്ലാരും സംഭവം കല്യാണമൊക്കെ ഭയങ്കര നവ്യ നായർ പഴയ മൂവീസ് ഒക്കെ നല്ല തന്നെയായിരുന്നു. റിപ്പീറ്റ് വാല്യൂ ഉള്ള മൂവീസുകളായിരുന്നു എല്ലാതും. എനിക്ക് തോന്നുന്നു 2005 ഒക്കെ ആയിപ്പോഴും 10 ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു ആളുടെ മൂവീസ് അത്ര അങ്ങോട്ട് റീച്ച് കിട്ടാതെ പിന്നെ അത്ര ഇതാവാണ്ട് പോയത്. പിന്നെ വന്നതാണ് രാംലീല. അത് നല്ല ഗംഭീര മൂവിയാണ്. പക്ഷെ ആ ഒരു പഴയ ഒരു ഇതല്ലെങ്കിലും വേറൊരു സീരിയസ് ടോണില് ചെയ്തത് പുള്ളിക്ക്. നല്ലൊരു ഇടയ്ക്ക് കോമഡി എന്നാൽ സീരിയസ് ആയിരുന്നു, രസമായിരുന്നു. പിന്നീട് മൂവീസൊന്നും അങ്ങനെ ഹിറ്റ് ആയിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഇത് നോക്കി എനിക്ക് തോന്നുന്നു ആ ഒരു നോർമൽ ക്യാരക്ടർ അല്ലേ, ഒരു വീട്ടുകാരായിട്ടുള്ള കണ്ടു നോക്കാം. അങ്ങനെ തോന്നുന്നു എന്തായാലും. അപ്പൊ എന്തായാലും ട്രെയിലർ ആണോ അതിനെ കുറിച്ച് അടിയണോ പ്രതീക്ഷിച്ചില്ലല്ലോ നിങ്ങൾക്ക് എന്നെ പറ്റിയെന്ന് അവൻ എന്തിനാ നിലവിളിച്ചേ? ഈ രാത്രി മുതൽ ഓർത്തോളത്തുള്ള ഡ്യൂട്ടിയല്ലേ, കയ്യിന്ന് പോയി. 2 ദിവസം ശ്രദ്ധിക്കുക, ഉളി പോയാ ശരിയെ പോലെ. എന്റെ ഉളി പോയി. നിന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. എന്തിനും ഇന്ന് പുതിയ ആള് വരും. അവൻ വന്നു കഴിഞ്ഞാ ഓടിച്ചിട്ട് അവന്റെ ചന്തിക്ക് കടിച്ചു പറിച്ചേക്കണം. കാശിലുള്ള ആർക്ക് മാത്രം മനസ്സിൽ കൊണ്ടുനടക്കണം, നിങ്ങൾ അറിയാതെ കാമാർത്ഥനായി അവൻ അവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. അവൻ ഇനി ഇതിനകത്തെങ്ങാനും വന്നാ തീർന്നു. വെടിവെച്ചിട്ട് ഈ ആണും പെണ്ണും തമ്മില് പ്രേമം എന്നുള്ള സംഗതി മാത്രമല്ല, നല്ല ഒന്നാന്തരം ഫ്രണ്ട്ഷിപ്പും കൊണ്ടുനടക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ മനസ്സിലാവണേല് ലൈഫിൽ അങ്ങനെ ഒരാള് വേണം. ഞാൻ നിന്നോട് പെൺകൊച്ചിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? നിന്റെ ഭാഗ്യമുണ്ട്, അവരോട് പറഞ്ഞപ്പോ അവർക്ക് താല്പര്യം. Ask for a date, propose and close the deal. സുന്ദരിയാ നോക്കിട്ട് പറയാട്ടോ. എന്താ പറയട്ടാ? എന്നെ ഒറ്റ കൊടുത്ത യൂദാസ്. ഇത്ര തിരക്ക് പിടിച്ച് അങ്ങോട്ട് എന്നിട്ട് പട്ടിയാ പിടിക്കാനും കുളിപ്പിക്കാനും അല്ലേ, എല്ലാം പോയാ മതി. ഞാനിവിടെ ഇല്ലായിരുന്നപ്പോ കൊച്ചിയുടെ വന്നായിരുന്നു. ഏത് വെച്ച്? ഞാനൊരു കെയർ ടേക്കറാണ്. ഐ ഡോണ്ട് കെയർ. എന്റെ പവിയുടെ നിങ്ങൾ ഇതിനകത്ത് ഈ കമ്പോള നിലവാരവും വയലും വീടും കേട്ട് നിങ്ങളുടെ ജീവിതം മഴാക്കാതെ ഒന്ന് അപ്ഡേറ്റ് ആവാൻ നോക്ക്. കാലം തിരശ്ശീല മാറ്റി കൺമുമ്പിൽ കൊണ്ടുവരും. അടിപൊളി ട്രെയിലർ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പഴയ കാല ദിലീപേട്ടന്റെ കിട്ടിയ പോലെ പണ്ടത്തെ കൊറേ എക്സ്പ്രഷൻസ്
അത് ശരിക്കും ഇങ്ങനെ പണ്ടത്തെ ദിലീപിന്റെ എക്സ്പ്രഷൻസ് മുഖത്ത് ഇങ്ങനെ അതേപോലെ ഇങ്ങനെ ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പുള്ളിക്കാരന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനങ്ങളുണ്ട്. അതൊക്കെ അതൊക്കെ ട്രെയിലറുണ്ട്. നല്ല രസം ട്രെയിലർ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കട്ട് ചെയ്തിട്ടുള്ള നല്ല രസമുണ്ട് ട്രെയിലർ കട്ട് ചെയ്തിട്ടുള്ളത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട്. കുറെ ഫൺ എലമെന്റ്സ് പ്രതീക്ഷിക്കുന്ന സാധനങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ട്. ഒരു നമുക്ക് പെട്ടെന്ന് കാണാൻ തോന്നും ഇങ്ങനെ സിനിമകളൊക്കെ. ഒരു ഇമോഷണൽ മൂവി അല്ല, ചെറിയ രീതിയിലൊരു ഇമോഷണൽ മൂവി ആയി, പക്ഷെ ഒരു കോമഡി ടച്ച് കോമഡി ഉണ്ട്, കോമഡി ഇമോഷണൽ മൂവി അത് തോന്നുന്നു, കണ്ടിട്ടാണ് തോന്നുന്നു. എന്തായാലും കുറച്ച് എത്ര നായികമാരുണ്ട്, നായികത്തിനല്ലേ കൊറേ നായികമാരുണ്ട്. പോണ കുറച്ച് പ്രായമായ ഒരാളാണ്, കല്യാണം സംഭവം അതുണ്ട് അതില്. അപ്പൊ കൊറേ നായികമാർ കൊറേ കാണിക്കുന്നുണ്ട്. ആരെയാണ് ശരിക്കും നായിക എന്ന് പറയില്ല. അതിൽ കുറെ ആൾക്കാരുണ്ട്, ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതില്. എന്തായാലും ദിലീപേട്ടന് ആർമാദിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നല്ല നല്ല കോമഡി ജോണി ആന്റണി ഉണ്ട്, ജോണി ചേട്ടൻ ഉൾപ്പെടെയൊക്കെ എല്ലാ രസമായിരിക്കും. കണ്ടിട്ട് ട്രെയിലർ നല്ല രസം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കട്ടാണ്, നല്ല പെർഫോമൻസ് ആണ് ദിലീപേട്ടന്. പ്രത്യേകിച്ച് സ്റ്റെപ്പിങ് വീഴുന്ന നോക്കാണ്ട് ചിരി വരുന്നത്. അതെ, ആ സാധനം കാണുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഇപ്പൊ റിലീസ് 26-ാം തീയതിയാണ്. പെട്ടെന്ന് ഇപ്പൊ ആഴ്ച അടുത്താണ് റിലീസ്. ഇവര് പ്രൊമോ ഒക്കെ പെട്ടെന്നായി പോയില്ലേ? വലിയ പ്രൊമോഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തത് അറിഞ്ഞില്ല. നമ്മൾ ഒത്തിരി പ്രതീക്ഷ അടുത്താണ് റിലീസ് എന്നുള്ളത്. എന്തായാലും കൊള്ളാം സംഭവം. ആൾക്കാർ നല്ല പടമാണെന്ന് വിചാരിക്കുന്നു. തിരിച്ചൊരു അത്യാവശ്യമാണ്. എനിക്ക് കുറെ ആയി നല്ല മൂവീസ് ഒക്കെ വന്നിട്ട്. അപ്പോ ഇത് അങ്ങനത്തെ ഒരു മൂവിയാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. 26-ാം തീയതിയാണ് ഇലക്ഷൻ ആണ്, എല്ലാവർക്കും ലീവാണ്, പോയി സുഖമായി കാണാം. അതെ, വോട്ട് ചെയ്തിട്ട് നേരെ പോയി സിനിമ കാണാം. അപ്പോ വേറെ ഒന്നും പറയാനില്ല. എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ